വന്ദനായ റമ്പാശൻ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, പരിശുദ്ധ നോമ്പിൻ്റെ 3 നോമ്പിൻ്റെ ഒരുപക്ഷെ 2 ദിവസത്തോടെ കഴിയുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരും. ഈ ദിവസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അറിയാം. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ്. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ സൂചിപ്പിച്ചു, ഇതൊരു ധ്യാന പ്രസംഗമാണ്. സാധാരണ കൺവെൻഷൻ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ധ്യാന പ്രസംഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ടു സീക്ക് ആൻഡ് ഫൈൻഡ് ഗോഡ്, ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എവിടെയോ ഒരിടത്തിരിക്കുന്നു, അവനെ പോയി പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല. ദൈവത്തെ നമ്മിൽ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, യു ആർ ദി ടെമ്പിൾ ഓഫ് ദി ലിവിങ് ഗോഡ്. നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. യു ആർ ദി ടെമ്പിൾ ഓഫ് ദി ലിവിങ് ഗോഡ്. നമ്മൾ ദൂരെ എങ്ങും ദൈവത്തെ കാണാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മിൽ തന്നെ ദൈവത്തെ കണ്ടെത്തുവാൻ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഭവനത്തിലിരുന്നാൽ സാധിക്കില്ല, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സാധിക്കില്ല. ഉപരിയായി നമ്മെ വിളിച്ച് വേർതിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ 3 നോമ്പിൽ ദൈവത്തെ ഒന്ന് കണ്ടെത്തുവാൻ പരിശുദ്ധ പരിമല തിരുമേനയുടെ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ നമ്മെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തെ നാം ഒന്ന് കണ്ടെത്തുവാൻ. ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അതുതന്നെയാണ്. ദൈവത്തെ ഒന്ന് കണ്ടെത്തുവാൻ, ദൈവത്തെ ഒന്ന് നോക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ധ്യാനത്തിൻ്റെ ഇതിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ പാസീവായിട്ടിരിക്കരുത്. എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ട് മാത്രം ഇരിക്കാനുള്ളവരല്ല നിങ്ങൾ. നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുക. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ചിന്തകളും മാറ്റിക്കളയുക. വീട്ടിലെ കാര്യങ്ങൾ കാണും, മറ്റു പല പ്രയാസങ്ങളും വിഷമങ്ങളും കാണും. ജീവിതത്തിൻ്റെതായിട്ട് നാൽക്കവലിൽ ചെന്ന് നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എവിടേക്ക് പോകണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകാം. അതിനൊക്കെയും പരിഹാരം ഇവിടുന്ന് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ, യേശുവേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വിളിക്കുന്ന സമയത്ത് നമ്മൾ ജീവനുള്ളവരാണ്. നമ്മുടെ ശ്വാസം എപ്രകാരം നമ്മുടെ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്നുവോ അതുപോലെ തന്നെ യേശുവേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ആ കരുണയുടെ മാരി നമ്മിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. വെറുതെ കേൾക്കുക മാത്രമല്ല, ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാരുണ്യവാനാ ദൈവം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ കുടുംബങ്ങളെയും ശുദ്ധീകരിച്ച് വെടിപ്പുള്ളവരായി വെളിച്ചമുള്ളവരായി നമ്മെ ആക്കി തീർക്കും. അതാണ് ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഉദ്ദേശം. യേശുവേ പാപിയായ അടിയനോട് കരുണ ചെയ്യണമേ. ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യം, we must find out God within our life, within our garden of life. ജീവിതമാകുന്ന പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരിടത്ത് നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കില്ല. കാരണം നമ്മിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്.
നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ ദൈവത്തെ കണ്ടെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ തന്നെ സാധിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക്, കുടുംബത്തിന്, സഭയ്ക്ക് അതിനെ കൊടുക്കുവാനും അതിനെ നൽകുവാനും സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാനുള്ള അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മിലേക്ക് തന്നെ നോക്കണം. ലുക്ക് അവേഴ്സെൽസ്. നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ജീവിതത്തിൻ്റെ അവസ്ഥയെ കണ്ടെത്തുവാൻ ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്ന നമ്മോട് യഹോവയായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു ദൈവം നമ്മോട് പറയുന്നുണ്ട്. എന്താണ്? 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾക്ക് ദൈവത്തെ അറിയണമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചിന്തകളിലെ വികലമായിട്ടുള്ളതെല്ലാം മാറ്റിക്കളയുക. ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന നാം ഇന്ന് ദൈവത്തെ കണ്ടെത്തുവാൻ, അല്പസമയം മൗനമായിരിക്കുവാൻ, ശാന്തമായിരിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് അല്പസമയം ശാന്തമായിരുന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ശാന്തമായിരുന്നാൽ മാത്രം പോരാ, പിന്നെ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. നീ മിണ്ടാതിരുന്നാൽ മാത്രം പോരാ, പിന്നെ നിന്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഞാൻ മൗനമായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് കൂടുതൽ കൂടുതൽ ജ്വലിച്ചു കൊണ്ടിരിക്കണം. അതാണ് പറയുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ദൈവത്തെ ഒന്ന് കാണുവാൻ. ഇവിടെ പറയുന്നത്, ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. യഹോവയുടെ മനോഹരത്വം കാണുക, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക. യഹോവയുടെ മനോഹരത്വം കാണുവാൻ എങ്ങനെ നമുക്ക് സാധിക്കും? ഹൗ ടു സീ ദി ഗ്രേസ് ഓഫ് ഗോഡ്. യഹോവയുടെ മനോഹരത്വം കാണുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതാണ് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ മനോഹരത്വം കണ്ടുകൊണ്ട് അവൻ നമ്മിലേക്ക് വരുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ആവശ്യം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വി മസ്റ്റ് ബി ഒബീഡിയന്റ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പാകെ അനുസരണമുള്ളവരായി ജീവിക്കുക. ദൈവത്തിൻ്റെ മുമ്പാകെ അനുസരണമുള്ളവരായി ജീവിക്കുക. അനുസരണത്തെക്കുറിച്ചൊക്കെയും ധാരാളം ചിന്തിക്കുകയും പ്രസംഗങ്ങൾ കേട്ടുകയും പള്ളികളിലും കൺവെൻഷനുകളൊക്കെയും നാം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത്, അനുസരണം ഒരു വീടിൻ്റെ മേൽക്കൂര പണിയുന്നു, അനുസരണക്കേട് അതിൻ്റെ അസ്ഥിവാരം ഇടിക്കുന്നു. അനുസരണം ഒരു വീടിൻ്റെ മേൽക്കൂര പണിയുന്നു, അനുസരണക്കേട് അതിൻ്റെ അസ്ഥിവാരം ഇടിക്കുന്നു. ഇത് നമ്മുടെ ആദ്യകാലം നമ്മൾ കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിൻ്റെയും ഹവ്വയുടെയും കുടുംബജീവിതത്തിൻ്റെ അസ്ഥിവാരം ഇടിയുവാനായിട്ടുള്ള കാരണം, സ്വർഗീയ തുല്യമായ ജീവിതത്തിൻ്റെ അസ്ഥിവാരം ഇടിയാൻ കാരണം അനുസരണക്കേടായിരുന്നു. മനോഹരമായി, സന്തോഷമായി, ഉല്ലാസത്തോടുകൂടെ, അല്ലലും അലച്ചിലുമില്ലാതെ
വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച ആദാമും ഹവ്വായും തൻ്റെ ജീവിതത്തിൻ്റെ അസ്ഥിവാരം ഇടിയുവാൻ കാരണം അനുസരണക്കേട്. തിന്നരുതെന്ന് പഴം നീ തിന്നു, അവിടുന്ന് പുറത്താക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള പ്രശ്നങ്ങളുടെയൊക്കെയും കാരണം കണ്ടുപിടിക്കാൻ ഈ കാലത്ത് ഒരുപാട് മനുഷ്യ ദൈവങ്ങളുടെ പുറകെ നമ്മൾ പോകാറുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ മനുഷ്യ ദൈവങ്ങളുടെ പുറകെ പോകും. ഈ നോമ്പിൻ്റെയും പ്രധാനപ്പെട്ടതായ മെസ്സേജ് അതാണ്. യോന തൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായ സന്ദേശം ഉൾക്കൊള്ളാതെ അനുസരണക്കേട് കാണിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണമായി തീരുവാൻ തക്കവണ്ണമുള്ള അടിത്തറ ഇളകുന്ന സാഹചര്യത്തിലേക്ക് യോനയെ എത്തിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ അനുസരണക്കേടാണ്. നമുക്ക് ചരിത്രങ്ങളൊക്കെയും അറിയാം. തർശീശിലേക്ക് പോകുന്ന യോന നിനവയിലേക്ക് പോകേണ്ടതിന് പകരം അവിടെയും അനുസരണക്കേടാണ്. അനുസരണക്കേടിൻ്റെ അനുഭവം ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അനുസരണത്തിൻ്റെയും അനുഭവം കാണുന്നുണ്ട്. വേദപുസ്തകം ഉടനീളം നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് വിശുദ്ധ കന്യകമറിയാമിൻ്റെ ജീവിതത്തിൻ്റെ അനുസരണം. യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ അനുസരണം. നീ ഭയപ്പെടേണ്ട, അവിടെ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് ഗബ്രിയേൽ മാലാഖ യൗസേപ്പിനോട് പറഞ്ഞപ്പോൾ അതനുസരിച്ചു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുസരണക്കേട് ഒരു കുടുംബത്തിൻ്റെ മേൽക്കൂരയും അടിത്തട്ടും എല്ലാം പൊളിക്കുന്നു. പക്ഷെ അനുസരണമോ അതിൻ്റെ മേൽക്കൂര പണിത് മനോഹരമാക്കി തീർക്കുന്നു. സദൃശവാക്യത്തിൽ വളരെ മനോഹരമായി പറയുന്നൊരു വാക്കുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു വാക്യമാണ്. ഇക്കാലത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു വാക്യമാണ് സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ. ഇത് ഞാൻ 4-ാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു വാക്യമാണ്. അന്ന് മുതലേ മനസ്സിലുള്ളതാണ്. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെയും തോട്ടരിയത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യും. സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരിയത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യുന്നു. ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലമൊക്കെയും നിങ്ങൾക്കറിയാം. സാമൂഹിക ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളും നിങ്ങൾക്കറിയാം. ഇന്നത്തെ തലമുറകളുടെ വ്യത്യാസവും നിങ്ങൾക്കും അറിയാം. എന്താണ്? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നു. ആര് വിളിക്കുന്നു എന്നുള്ളതല്ല, ആരുടെ ശബ്ദമാണെന്നുള്ളതല്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു തലമുറയിലെ യാത്രയിലാണ്, അതിൻ്റെ കൂടെയാണ് നമ്മളും യാത്ര ചെയ്യുന്നത്. ഇത് വലിയ അപകടമാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അർത്ഥവത്താകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തിരുമുമ്പാകെ അനുസരണയോടുകൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും സഭയിലും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമുക്ക് കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുസരണമുള്ളവരായി ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസൺ ദി വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുക. സാധാരണ കുഞ്ഞുങ്ങളോട് ചോദിക്കും, സ്കൂളിലൊക്കെ ആണെങ്കിൽ നീ കേട്ടോ? കേട്ടു. അനുസരിക്കുകയില്ല, കേൾക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് കേൾക്കേണ്ടത്? ആത്മാർത്ഥതയോട് ജീവിതത്തിൽ അതിന് ഫലം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ
അതിന് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെയും പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്, കാരണം ചെവി പൊട്ടല്ലെങ്കിൽ എല്ലാം കേൾക്കും, പക്ഷേ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദം ആത്മാർത്ഥതയോടെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്, അരുളി ചെയ്യണമേ അടിയൻ കേൾക്കും. യഹോവയായ ദൈവം ശമൂവേൽ ബാലനെ വിളിക്കുന്ന ശബ്ദമാണിത്. ഏലി പുരോഹിതനും വിളിക്കുന്നുവെന്ന് വിചാരിച്ച് പല പ്രാവശ്യം ഏലി പുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പുരോഹിതൻ പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചില്ല, അതെൻ്റെ ശബ്ദമല്ല. 2 പ്രാവശ്യം വിളിച്ചു, അതെൻ്റെ ശബ്ദമല്ല, നിന്നെ ദൈവം വിളിക്കുന്നുണ്ടാവും. ഇനിയും നീ ചെയ്യേണ്ടത് എന്താണ്? വെറുതെ കേൾക്കുകയല്ല ചെയ്യേണ്ടത്, റെസ്പോൺസ് വേണം, ഒരു പ്രതികരണം വേണം. നീ കേൾക്കുക മാത്രമല്ല, നീ കേട്ടു എന്ന് നിന്നെ വിളിക്കുന്നവൻ അറിയണമെങ്കിൽ അതിൻ്റെ റെസ്പോൺസും കൂടെ വേണം. അതാണ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയും നിന്നെ വിളിക്കുമ്പോൾ നീ ചെയ്യേണ്ടത് എന്താണ്? യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കും. അവിടെ പൂർണ്ണമായി വിധേയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് ശമൂവേൽ ബാലനിലൂടെ നമ്മൾ കാണുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ പ്രായമുള്ളവർ കൂടില്ല. അടുത്ത കാലത്തൊരു പക്ഷേ നിങ്ങൾ പത്രദ്വാര കേട്ടിട്ടുള്ളതും ഫോട്ടോയിൽ കണ്ടിട്ടുള്ളതുമാകും, നട തള്ളുക എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ ഉള്ള പ്രയോഗം. ഗുരുവായൂർ അവിടെ ധാരാളം ആളുകൾ വരും. പ്രായമുള്ളവരെ അമ്പലത്തിൽ തൊഴാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ എവിടെങ്കിലും കടത്തിണ്ണയിലോ അമ്പലത്തിൻ്റെ മുറ്റത്തോ ഇരുത്തിയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അവരെ കാണുകയില്ല. പിന്നെ അവിടെ ഒരു സത്രമുണ്ട്, ആ സത്രത്തിലായിരിക്കും ജീവിതകാലം മുഴുവൻ. നട തള്ളുക, നട ഇരുത്തുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആനയെ നടയിരുത്തുന്നതിന്, കാഴ്ച വയ്ക്കുന്നതിന് നട ഇരുത്തുക എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ അടിമ വയ്ക്കുക എന്നുള്ളത്. ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുരുഷ കുഞ്ഞുങ്ങൾ അടിമ വയ്ക്കുക, ഇതോ അടിമയായിട്ട് തള്ളിക്കളയുക. ഒന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ അടിമ വയ്ക്കുന്നു കുഞ്ഞുങ്ങളെ. പ്രായമായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരെ തള്ളിക്കളയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ശമൂവേൽ ബാലൻ്റെ കഥയോ അബ്രഹാമിൻ്റെ ജീവിതമോ ഇസ്ഹാക്കിൻ്റെ ജീവിതമോ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പ്രായമുള്ളവർ വീടുകളിലില്ല. ഒരു പക്ഷേ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ അതിന് കിട്ടുകയില്ല. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെയും അറിയാം. കഴിഞ്ഞ 10-20 വർഷക്കാലം കുട്ടികളുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയായോട് ഞാൻ പറയുന്നത് മാത്രമേ, വീട്ടുകാർക്ക് പോലും വഴക്ക് പറയാനോ ശാസിക്കാനോ അപ്പനും അമ്മയ്ക്കും പേടിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് സ്നേഹിതരെ. വൈ? അതിന് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ദൈവമില്ലാതെ, ദൈവ സാന്നിധ്യമില്ലാതെ എല്ലാം ഉണ്ടാക്കിയാലും എല്ലാം ഉണ്ടെങ്കിലും അത് ചീട്ടുകൊട്ടാരം പോലെ ഒന്നൊന്നൊന്നായി അത് വീണു പോകും. ദൈവത്തിൻ്റെ ശബ്ദം ഈ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം. മാതാപിതാക്കളിലൂടെ, പ്രായമുള്ളവരിലൂടെ, സഭയിലൂടെ, ആരാധനയിലൂടെ, പ്രാർത്ഥനാ യോഗങ്ങളിലൂടെ ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് മാതാപിതാക്കൾ. പലപ്പോഴും
അതില്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് ഞാനെന്ന് പറയുന്ന അവകാശം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് ഈ ധ്യാനത്തിൻ്റെ അവസരം എന്ന് പറയുന്നത്. രണ്ടാമതൊരു ഭാഗം കൂടെയുണ്ട്. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, മകനെ കേട്ട് ജ്ഞാനം പഠിക്കുക, ഹൃദയത്തെ നേർവഴിക്ക് നടത്തിക്കൊള്ളുക. മകനെ കേട്ട് ജ്ഞാനം പഠിക്കുക, നിന്റെ ഹൃദയത്തെ നേർവഴിക്ക് നടത്തിക്കൊള്ളുക. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, മകനെ കേട്ട് ജ്ഞാനം പഠിക്കുക. ഇത് ലോകത്തിൻ്റെ അറിവല്ല. ദിസ് നോട്ട് നോളജ്, ദിസ് ഈസ് വിസ്ഡം. രണ്ടും വ്യത്യാസമുണ്ട്. നോളജ് എന്ന് പറയുന്നത് നമ്മൾ ബുക്കിൽ നിന്ന് ലഭിക്കുന്നത്, സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്, ഇതൊക്കെയും നോളജാണ്, അറിവാണ്. പക്ഷേ പരിജ്ഞാനം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡിവൈൻ നോളജ് ഈസ് വിസ്ഡം. ഡിവൈൻ നോളജ് ഈസ് വിസ്ഡം. ദൈവികമായ ജ്ഞാനമാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത്, മകനെ കേട്ട് ജ്ഞാനം ഉൾക്കൊള്ളുക. ദൈവത്തിൻ്റെ ജ്ഞാനം നീ ഉൾക്കൊള്ളണം. ഇപ്പം നീ കേൾക്കുക മാത്രമല്ല, ഉൾക്കൊള്ളുകയും വേണം. ലിസൺ ദി വോയിസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. മോശ യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ആ ശബ്ദം കേട്ടിട്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ മോശയ്ക്കൊരു സെപ്പറേഷൻ ആവശ്യമായിരുന്നു. ജനത്തിൻ്റെ നടുവിൽ നിന്ന് സെപ്പറേഷൻ മാറിപ്പോവുകയാണ്. എവിടേക്ക്? മലയുടെ മുകളിലേക്ക് മാറിപ്പോവുകയാണ്. എന്തിന്? യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ. യഹോവയുടെ ശബ്ദം കേട്ടിട്ടാണ് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ്? നിങ്ങൾ മുമ്പോട്ട് പോകുക, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു ശബ്ദമാണ് നമുക്കിന്ന് കേൾക്കുവാനായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രകാശം കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മുടെ ഇവിടെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. മൂന്നാമതായി, ഒന്നാമത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പാകെ അനുസരണമുള്ളവരായി വിധേയപ്പെട്ടവരായി ജീവിക്കുക. രണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. അത് വലിയ ഒച്ചയിലുള്ള ശബ്ദമായിരിക്കില്ല, ശാന്തമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരായി തീരുക. മൂന്നാമതായി, ഗിവ് പ്രയോറിറ്റി ടു ദി വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇന്ന് നമ്മളൊക്കെയും നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കും. ദൈവ ഇഷ്ടത്തിന് രണ്ടാമത്തെ, സെക്കൻഡ് പ്രയോറിറ്റിയെ കൊടുക്കാറുള്ളൂ. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതൊരു പക്ഷേ മാറ്റിവെക്കുന്ന പ്രയോറിറ്റിയാണ്. അതൊന്നാമത്തെ പ്രയോറിറ്റിക്കാണ് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കൂടുതൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തതിന് മാറ്റിവെക്കാനുള്ള പ്രവർത്തനമാണ് കൂടുതൽ ഉണ്ടാകാറുള്ളത്. നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ, പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രകാശം കാണുവാൻ സാധിക്കുകയുള്ളൂ. ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആരാധനയിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കും പോകാതിരിക്കുന്നവരുണ്ട്. ഒരു സംഭവം ഉണ്ടായത് പറയുകയാണ്. അത് ഫോളോ ചെയ്യാനല്ല പറയുന്നത്. കഴിഞ്ഞ കഷാനുവാഴ്ച കഴിഞ്ഞിട്ട് സിഡ്നി പള്ളിയിൽ വെച്ച്, ഓസ്ട്രേലിയയിലെ സിഡ്നി പള്ളിയിൽ ഒരു 3 മേ കുർബാന ഉണ്ടായിരുന്നു. ആ 3 മേ കുർബാനയെ കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത്
ഒരു വ്യക്തി പറഞ്ഞു, അച്ഛാ ഇനിയും 3 ആഴ്ചയിൽ പള്ളിയിൽ പോകണ്ട, കാരണം 3 മേൽ കണ്ടു കഴിഞ്ഞു. ആഴ്ചയിൽ ഒരു കുർബാന കാണുന്നുണ്ട്, അതുകൊണ്ട് 3 മേൽ കഴിഞ്ഞു, ഇനി 3 ആഴ്ച പള്ളിയിൽ പോകണ്ട, വിശ്രമിക്കുക. ഒരു പക്ഷേ ആ മനുഷ്യൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും അതിലും വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട്. കാരണം എന്താണ്? പള്ളിയിൽ പോകുന്നത് ഒരു ചടങ്ങിന് വേണ്ടി. ആഴ്ചയിൽ ഒരിക്കലൊന്ന് പോകണം, സ്റ്റോപ്ഡ്, കഴിഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലൊന്ന് പോയാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ 3 ആഴ്ച പോകണ്ട, കാരണം അന്ന് 3 മേലായിരുന്നു. 3 എണ്ണം കണ്ടു, 3 അച്ഛന്മാരെ കാപ്പിയിട്ട് കണ്ടു, 3 സർവീസ് കണ്ടു, പിന്നെ വേണ്ട. സ്നേഹിതരെ, നമ്മൾ ഏത് ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്കെല്ലാം ഉണ്ടായാലും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ധാരാളം സംഭവങ്ങളും സംരംഭങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. 143-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. 143-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. എന്തുകൊണ്ട് ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്നത്? നീ എൻ്റെ ദൈവമാകും, നീ എൻ്റെ സർവസ്വവുമാകുന്നു, നീ എൻ്റെ ദൈവമാകൊണ്ട് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. പലപ്പോഴും നമ്മൾ സർവശക്തരാണെന്നും നമുക്കെല്ലാം സാധിക്കുമെന്നും ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. അതൊക്കെയും മനുഷ്യ ജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് നമ്മെ നയിക്കുകയുള്ളൂ. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നു മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എൻ്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം, എൻ്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ എൻ്റെ രോഗത്തിൽ എന്നോടുകൂടെയുള്ളവൻ, എൻ്റെ പ്രയാസത്തിൽ എന്നെ സഹായിക്കുന്നവൻ, എനിക്ക് ജീവനെ നൽകിയവൻ, എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചവൻ. ഇങ്ങനെ ഒരു വ്യക്തിയെ ആരിൽ നമുക്ക് കാണുവാൻ സാധിക്കും? മക്കളിൽ കാണുവാൻ സാധിക്കുമോ? സ്വന്തക്കാരിൽ കാണുവാൻ സാധിക്കുമോ? ഭാര്യയിൽ ഭർത്താവിന് കാണുവാൻ സാധിക്കുമോ? ഭർത്താവിൽ ഭാര്യയ്ക്ക് കാണുവാൻ സാധിക്കുമോ? പക്ഷേ ഇതൊന്നും അറിയാതെ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തവൻ്റെ ശബ്ദം കേൾക്കാതെയും ഇഷ്ടം നിറവേറ്റാതെയും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന ഒരുവനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കണം, മുൻഗണന കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കണം. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യോബ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും വിഷമങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അവനെ എവിടെ കാണും എന്നറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു. അവനെ എവിടെ കാണും എന്നറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു. നമ്മൾ ഓർക്കണം, യോബിനെ പോലെ കഷ്ടത, ബുദ്ധിമുട്ട്, എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, സ്വന്തം ആരോഗ്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം, ജീവിതത്തിൻ്റെ വേദനകൾ മാറിയിട്ടില്ല. സമ്പത്ത് നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, സ്വന്തം ഭാര്യ പോലും യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് കളയുവാൻ പറയുന്ന ഒരു സാഹചര്യം, സഹായിക്കുവാൻ ആരുമില്ല, സമാധാനം പറയുവാൻ കൂട്ടുകാരില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുമ്പോഴും സഹായിക്കുവാനോ കൂടെ നിൽക്കുവാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലും യോബ് പറയുകയാണ്, അവനെ എവിടെ കാണുമെന്ന് അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു. എവിടെ എനിക്ക് അവനെ കണ്ടെത്തുവാൻ സാധിക്കും? എൻ്റെ കഷ്ടതയിലൂടെയോ, എൻ്റെ പ്രയാസത്തിലൂടെയോ, എൻ്റെ ബുദ്ധിമുട്ടിലൂടെയോ, എൻ്റെ നഷ്ടത്തിലൂടെയോ അവനെ കാണുവാൻ സാധിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നു. പ്രയാസങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും നഷ്ടമുണ്ടായാലും, യേശുവേ നീ മാത്രമേ എന്നെ സംരക്ഷിക്കുന്നവനുള്ളൂ. എൻ്റെ രോഗക്കിടക്കയിൽ ആരും എനിക്കില്ലാതെ ഇരിക്കുമ്പോൾ, എല്ലാവരും എന്നെ തള്ളിക്കളയുമ്പോൾ, നീ മാത്രമേ എനിക്ക് സഹായിക്കുവാനുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഗീവ് പ്രയോറിറ്റി ടു ദി വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതിന് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വേദനയുടെ നടുവിലും സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ, പരാജയത്തിൻ്റെ നടുവിലും സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ എന്തൊക്കെയോ നേടി എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടാവാം, പക്ഷേ അതെല്ലാം കോട്ടമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ കോട്ടം എന്നേക്കുമായിട്ടുള്ള കോട്ടമാകരുത്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നാലാമതായി, ദൈവത്തിൻ്റെ പ്രകാശം കാണുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നമുക്ക് വേണം. ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം ഒരുപക്ഷെ പലതുണ്ടാകാം. ഈ ഫ്ലോട്ടിംഗ് ഫെയ്ത്ത് എന്നും പറഞ്ഞുണ്ട്. ഫ്ലോട്ടിംഗ് ഫെയ്ത്ത്, വെള്ളത്തിൻ്റെ മുകളിലുള്ളതുപോലെ ഫ്ലോട്ട് ചെയ്യുക, ഒഴുകി നടക്കുക എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, പ്രാർത്ഥനായോഗത്തിൽ സമയമുള്ളപ്പോഴും പോകുന്നുണ്ട്, വേദോത്സവം അത് സമയമുള്ളപ്പോൾ വായിക്കുന്നുണ്ട്, ഇതൊക്കെയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വിശ്വാസമുണ്ട്. ഫ്ലോട്ടിംഗ് ഫെയ്ത്ത്. ആഴത്തിലുള്ള വിശ്വാസം, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നിൽക്കുന്നിടത്ത് നിന്ന് നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവരാജ്യത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആടി ഒലഞ്ഞു പോകും. എവിടെ വെളിച്ചം കണ്ടാലും അത് ദൈവത്തിൻ്റെ പ്രകാശമാണെന്ന് വിചാരിച്ചു പോയേക്കാം.
എവിടെ അത്ഭുതം കേൾക്കുന്ന സമയത്ത് അവിടെ പോയേക്കാം. പക്ഷേ ആഴത്തിലുള്ള വിശ്വാസം നിന്നില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ പ്രകാശം കാണുവാൻ സാധിക്കില്ല. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം അതാണ് ശാസിക്കുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആഴത്തിലുള്ള വിശ്വാസം വേദനയുടെ നടുവിലും പതറിപ്പോകുന്നില്ല, ബുദ്ധിമുട്ടിന് നടുവിലും പതറിപ്പോകുന്നില്ല. ആഴത്തിലുള്ള വിശ്വാസം അതാണ് പരിശുദ്ധ പിതാവിനെ ദൈവത്തിൻ്റെ പ്രകാശം കാണുവാൻ അനുവദിച്ചത്, ഇടയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ദേവാലയത്തിലിരിക്കുമ്പോൾ ആ ഒരു പ്രകാശമാണ് നമുക്കും ലഭിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്ന അറിയുന്നില്ലേ? വ്യർത്ഥ മനുഷ്യ, മൂഢാന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. വേദോസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ മൂഢാന്ന് വിളിച്ചതായിട്ട് കേട്ടുള്ളൂ. കുറുക്കെന്ന് വിളിച്ചിട്ടുണ്ട്. ആരെയാണ്? സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിവെച്ച് കളപ്പുരകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു, സുഭിക്ഷമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലലും അലച്ചിലുമില്ലാതെ ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ മറ്റെല്ലാവരും പട്ടിണി കിടന്നാലും മറ്റെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ചിന്തിച്ച ധനികനായ മനുഷ്യനോട് ഒരു നിമിഷം ചോദിക്കുന്ന ചോദ്യമാണ്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ എന്തുത്തരം പറയും? നീ ഇതൊക്കെയും കാൽക്കുലേറ്റ് ചെയ്തു, എല്ലാം കണക്ക് കൂട്ടി വളരെ ഭദ്രമായിട്ടെല്ലാം വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ നീ പൂട്ടിയിട്ട അറ തുറക്കുവാൻ രാവിലെ നിനക്ക് ഉണരുന്നില്ലെങ്കിൽ അത് തുറക്കുവാൻ സാധിക്കില്ല. നീ കൂട്ടിവെച്ചതൊക്കെയും നിനക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റിയെങ്കിലേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനനുവദിക്കേണ്ടത് ഞാനാണെന്ന് പറയുന്ന ശബ്ദം, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസമുള്ള വ്യക്തിയായിരിക്കാം, പക്ഷേ ദൈവത്തെക്കാൾ കൂടുതൽ നിന്റെ അറപ്പുരയെയും കൂട്ടിവെച്ചിരിക്കുന്ന ധാന്യത്തെയും നിന്റെ ലോക്കറിനെയും നീ പണിത വീടിനെയും നീ കെട്ടിയ മതിലും ഇതൊക്കെയും ആശ്രയിച്ചാൽ എവിടെയായിരിക്കും നിന്റെ ജീവിതം? എവിടെയായിരിക്കും നീ? ദൈവത്തോടുകൂടെ ആയിരിക്കുമോ? നിന്റെ വിശ്വാസം നിന്നെ എവിടെ കൊണ്ട് എത്തിക്കും? ഇവിടെയാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിനക്ക് ദൈവത്തിൻ്റെ പ്രകാശം കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിലൂടെ നിന്റെ വിശ്വാസം, ദൈവ സാന്നിധ്യം കാണിച്ചു കൊടുക്കുക. നിന്റെ ജീവിതമാണ് നിന്റെ ആലയം. നിന്റെ ആലയത്തിൽ പ്രകാശമുണ്ടാകണം. ആ പ്രകാശം മറ്റുള്ളവർക്ക് കാണണം. ഇത് നമുക്ക് ഇത്രയും കാലം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം വേണം എന്ന് പറയുന്നതിൻ്റെ കാരണമുണ്ട്. നമ്മളിത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. 27-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ സത്യം പറഞ്ഞാൽ ആ വാക്യം നമ്മൾ ഒരു ദിവസം ഒരു 10 പ്രാവശ്യയിലും വായിക്കുന്ന നല്ലതായിരിക്കും. വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണ്. ഈ വാക്യം ഉണ്ടെങ്കിൽ ആർക്കും പ്രഷറും ഉണ്ടാകുകയില്ല. ഇത് പഠിക്കുകയാണെങ്കിൽ അധികം അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല. എന്താണെന്ന് ചോദിച്ചാൽ 27-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായൊരു വാക്യമാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും.
എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനായ ഒരു ദൈവം. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? ദിസ് ഇസ് ആൻ അഷുറൻസ്, ഒരു വാഗ്ദാനമാണ്. ഇത് വെറുതെ വാക്കല്ല, ഇത് പറയുന്നത് യഹോവയായ ദൈവമാണ്. ഇത് അച്ഛന്മാരല്ല പറയുന്നത്, മെത്രാച്ചന്മാരല്ല പറയുന്നത്, പിന്നെയോ സർവശക്തനായ ദൈവമാണ് പറയുന്നത്. നിന്നെ താങ്ങി നടത്തുന്നവനായ ദൈവം, നിന്റെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിന്റെ രോഗക്കിടക്കിലും അരികെ വന്ന് നിൽക്കുന്നവനായ ദൈവം. മനുഷ്യൻ്റെ വാക്കുകൾ മാറ്റപ്പെട്ടേക്കാം, സ്നേഹിതരുടെ വാക്കുകൾ ഒരുപക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നേക്കാം. ഇന്ന് അടുത്ത് നിൽക്കുന്നവർ നാളെ മാറി നിന്ന് കുറ്റപ്പെടുത്തിയേക്കാം. ഇതെല്ലാം സംഭവിക്കുമ്പോഴും എല്ലാവരും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനായ ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ആ സത്യം മനസ്സിലാക്കാനാണ് നമ്മെ ഈ ദേവാലയത്തിൽ വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആരെല്ലാം ഉപേക്ഷിച്ചോട്ട്, എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചോട്ട്, ഇനിയും ഞാൻ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ വാക്യം എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്തവനായ എൻ്റെ ദൈവം, അവൻ എന്നോടുകൂടെയുണ്ട്. ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ദൈവമാണ് നമ്മെ നയിക്കുന്നത്. അവനാണ് നമ്മെ ഈ വിശുദ്ധ ദേവാലയത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അഞ്ചാമതായി, ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ ഹൃദയവിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കുകയുള്ളൂ. ഹൃദയത്തിൻ്റെ വിശുദ്ധി അതൊരു പക്ഷേ എങ്ങനെയാണ് കാണുന്നതെന്നോ അറിയുന്നതെന്നോ ഒരു പക്ഷേ നമ്മൾ ചോദിച്ചേക്കാം. ഹൃദയവിശുദ്ധി എങ്ങനെ അറിയും? അതാണ് വിശ്വാസത്തിലൂടെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഹൃദയവിശുദ്ധിയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവരെ കരുതുവാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കാളിയാകാൻ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് പറയുന്നത്, സന്തോഷം പങ്കിടുമ്പോൾ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു, ദുഃഖം പങ്കിടുമ്പോൾ പകുതിയായി കുറയുന്നു. സന്തോഷം പങ്കിടുമ്പോൾ ഇരട്ടിയായിട്ട് വർദ്ധിക്കുക, ദുഃഖം പങ്കിടുമ്പോൾ പകുതിയായി കുറയുന്നു. സന്തോഷിക്കുന്നവർ ഒന്നിച്ചു കൂടുമ്പോൾ സന്തോഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ ദുഃഖിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ദുഃഖത്തിലൊന്ന് പങ്കുചേരുമ്പോൾ, അവനോടൊരു വാക്ക് ആശ്വാസം പറയുമ്പോൾ അത് പകുതിയായി കുറയുകയാണ് ചെയ്യുന്നത്. ഈ ദുഃഖം കുറയ്ക്കുവാനാണ് നസറേയനായ യേശു മനുഷ്യനായി തീർന്നത്. മനുഷ്യൻ്റെ പാപമംഗലമായ ജീവിതത്തിൻ്റെ ദുഃഖം പേറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനെ അവൻ്റെ ദുഃഖം കുറയ്ക്കുവാൻ, നമ്മോടുകൂടെ നടക്കുവാൻ, നമ്മോടുകൂടെ ജീവിക്കുവാൻ ക്രിസ്തു നമ്മെപ്പോലെ ഒരുവനായി തീർന്നു. അവൻ വിശുദ്ധനാണ്. ആ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനാണ് നമ്മെ വിളിക്കുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കൊണ്ട് ഏതാ മലപ്രസംഗത്തിൽ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പം ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ആരാധനയുടെ മകുടം എന്ന് പറയുന്നത്. നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിയോടുകൂടെ സംബന്ധിച്ചെങ്കിൽ മാത്രമേ ആരാധനയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ
ചേമ്പിലയുടെ പുറത്തൊഴിച്ച വെള്ളം പോലെ ഒഴുകിപ്പോകും, ആരാധനയിലും സംബന്ധിക്കും. ഉള്ളിലേക്കെത്തുകയില്ല. ഉള്ളിലേക്കെത്താതെ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ആരാധനയിൽ സംബന്ധിച്ചു പോകാനുള്ളവരല്ല നമ്മൾ. പിന്നെയോ ഹൃദയത്തിൽ ആരാധനയുടെ ആത്മീയത സ്വീകരിച്ചുകൊണ്ട്, ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട്, ആത്മാവിൻ്റെ ഫലം കൊടുക്കുവാൻ യോഗ്യതയുള്ളവരായിത്തീരുക. അതാണ് ആരാധനയുടെ അർത്ഥം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടന്നു വരുവാൻ അനുതാപത്തോടെ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ 51-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ആത്മാവിനെ എന്നിൽ പുതുതാക്കണം. അവിടെയും പറയുന്നത് പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, വിശുദ്ധിയുടെ ഹൃദയം, നിർമ്മലമായ ഹൃദയം, അവിടെ മാലിന്യം ഒട്ടുമില്ലാത്തത്. ഇതുവരെയും എൻ്റെ ഹൃദയം മാലിന്യം നിറഞ്ഞതായിരുന്നു, ഇതുവരെയും കറുത്തിരണ്ടതായിരുന്നു. ഈ മാലിന്യം നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ നീ വെടിപ്പാക്കി നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണം. എനിക്ക് മാറ്റപ്പെടാത്ത ഒരാത്മാവ് വേണം, ചാഞ്ചല്യമില്ലാത്ത ഒരാത്മാവിനെ എനിക്ക് വേണം. സ്ഥിരതയുള്ള ആത്മാവ് നിന്നിൽ ജീവിക്കുവാൻ, യഹോവയെ നിന്നിൽ ജീവിക്കുവാൻ സ്ഥിരതയുള്ള ഒരാത്മാവിനെ എനിക്ക് വേണം. പള്ളി കൂദാശയിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പള്ളി കൂദാശയിൽ ഒരുപാട് സംബന്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളും സംബന്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പള്ളികളൊക്കെയും കോടികൾ മുടക്കി പണിത്, മനോഹരമായിട്ട് പണിത് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ സമർപ്പിച്ച, വലിയ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൂദാശയൊക്കെ ചെയ്ത് സമർപ്പിക്കുന്ന പള്ളി, ആ പള്ളി കൂദാശയിൽ അതിൻ്റെ അർത്ഥം നേരത്തെ ജനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, വികാരി അച്ഛന്മാർ. എന്താണ് പള്ളിയും പള്ളി കൂദാശയും? ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അനുതാപത്തിലൂടെ ജനങ്ങൾ ദൈവമക്കളായി തീരുക, അത്രയേ ഉള്ളൂ. ഈ പള്ളി കൂദാശയിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പാടുകയാണ്. ജനങ്ങളാണ് ദേവാലയം എന്ന് പറയുന്നത്. അവിടെ പാടുന്നത്, മരുഭൂമിൽ മണ്ടി നടന്നും പരബിംബങ്ങൾ വന്നേച്ചും കാലം പോക്കിയ സുന്ദരി ഞാൻ ഓർത്തിടരുതൻ മഷിവർണ്ണം. ഇവിടെ സഭ പാടുകയാണ്, മരുഭൂമിയിൽ മണ്ടി നടന്ന് പരബിംബങ്ങൾ വന്നിച്ച് കാലം പോക്കിയ സുന്ദരിയാണ് ഞാൻ ജനിച്ചു വീണപ്പോൾ സഭയെന്ന് പറയുന്നത് സുന്ദരിയായിരുന്നു. ഞാനും നിങ്ങളൊക്കെയും സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? മരുഭൂമിയിൽ മണ്ടി നടന്ന് പരബിംബങ്ങൾ വന്നിച്ച് കാലം പോക്കിയ സുന്ദരിയാണ് ഞാൻ. എന്താ സംഭവിച്ച്? ഇപ്പോഴെൻ്റെ നിറം മഷിവർണ്ണമായിരിക്കുന്നു, കറുത്തിരുണ്ടിരിക്കുന്നു. ഈ കറുത്തിരുണ്ടിരിക്കുന്ന എന്നെ വിശുദ്ധ കൂദാശയിലൂടെ മഷിവർണ്ണം മാറ്റി സുന്ദരിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് പള്ളി കൂദാശ. ആ പേരുള്ള ആ ദേവാലയത്തിലുള്ള ഓരോ വ്യക്തികളും മഷിവർണ്ണം മാറി വിശുദ്ധിയിലൂടെ, പൂർണ്ണ വിശുദ്ധ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ ആലയമായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, യു ആർ ദി ടെമ്പിൾ ഓഫ് ലിവിങ് ഗോഡ്. അങ്ങനെ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. മനോഹരമായ ദേവാലയത്തെക്കുറിച്ച് നമ്മളൊക്കെയും വളരെയേറെ വീമ്പ് പറയാറുണ്ട്.
ഇത്ര കോടി ചെലവാക്കി, ഇത്ര ചെലവാക്കി, മനോഹരം. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം ഈ മനോഹരമായ ദേവാലയത്തെ പോലെ ആണോ എന്നുള്ള കാര്യം സ്നേഹിതരെ നമ്മളൊന്ന് ഓർത്തു നോക്കണം. ഇവിടെയാണ് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ടെത്തുവാൻ നാം യാത്ര തുടരുമ്പോൾ, ധ്യാനത്തിന് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നാം ഓർക്കേണ്ടത്, ദൈവമേ, നീ എന്നെ ദേവാലയമായി ഈ ലോകത്ത് സൃഷ്ടിച്ചയച്ചു, ഞാനോ പിശാചിൻ്റെ കൂടാരമായി തീർന്നിരിക്കുന്നു. ഈ പിശാചിൻ്റെ കൂടാരത്തെ ഒന്ന് മാറ്റി എന്നെ വിശുദ്ധിയുടെ ദേവാലയമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് ആവശ്യം. എന്തുകൊണ്ട്? അവൻ കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. നമ്മുടെ ജീവിതത്തിൽ അവൻ എല്ലാം നൽകുന്നവനാണ്. ആറാമത്, ദൈവത്തെ കാണണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഡെഡിക്കേറ്റ് അവേഴ്സെൽസ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. അനുസരണത്തോടും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. അതോടുകൂടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഹൃദയവിശുദ്ധി ഉണ്ടാവും. ഹൃദയവിശുദ്ധി ഉണ്ടാവുമ്പോൾ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുവാൻ സാധിക്കും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദാറ്റ് ഈസ് ദി കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ തിരുമുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ആവശ്യം. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഇതൊരു റിക്വസ്റ്റാണ്. യഹോവയായ ദൈവത്തിൻ്റെ ഒരു റിക്വസ്റ്റാണ്. നസറേയനായ യേശുവിൻ്റെ ഒരു റിക്വസ്റ്റാണ്. എന്താണ്? മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു റിക്വസ്റ്റുമായിട്ട് നസറേയനായ യേശു നമ്മുടെ അടുക്ക് വരുന്നു. എന്ത് കാരണത്താൽ? സകലത്തെയും സൃഷ്ടിച്ചവനും സർവശക്തനും സർവത്തെയും പരിപാലിക്കുന്നവനും സകലത്തിനും ജീവൻ നൽകുന്നവനും ദൈനംദിനമായിട്ട് എല്ലാത്തിനെയും പരിപാലിക്കുന്നവനുമായ നസറേയനായ യേശു ഈ ദിവസം ഈ 3 നോമ്പിൽ എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ്, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. ഒരു ഭിക്ഷക്കാരൻ വന്ന് ചോദിച്ചാൽ നമ്മൾ 10 പൈസ എടുത്ത് ഭിക്ഷ കൊടുക്കൂല്ലേ? അല്ലെങ്കിൽ എത്ര പേരും ചോദിച്ചാൽ കൊടുക്കും. കൊടുക്കാത്തവരും കാണുമായിരിക്കും, അറിയില്ല. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? നിന്റെ സമ്പാദ്യം എനിക്ക് ആവശ്യമില്ല, നീ കൂട്ടിവെച്ചതൊന്നും എനിക്ക് ആവശ്യമില്ല, നിന്റെ അറപ്പുര എനിക്ക് ആവശ്യമില്ല, നിന്റെ ധാന്യം എനിക്ക് ആവശ്യമില്ല, നിന്റെ റബ്ബർ തോട്ടമോ നീ ഉണ്ടാക്കിയ ഭവനമോ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യം നിന്നെ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. മകനെ, വളരെ സ്നേഹത്തോടുകൂടെ വിളിക്കല്ലേ, വളരെ സ്നേഹത്തോട്, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പുറകെ പോകുന്ന ഈ കാലത്തെ മനുഷ്യജാതിക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്.
ആ തിരിച്ചുവരവ് ആരിലേക്കാണ്? ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇമ്പത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. എൻ്റെ വഴി നിനക്ക് ഇമ്പമായിരിക്കട്ടെ. ഒരുപക്ഷെ അവിടെ ഇടുങ്ങിയ വഴിയായിരിക്കാം, വിശാലമായ വഴി ആയിരിക്കില്ല. ഇടുങ്ങിയ വഴിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോഴും നിന്റെ കൈ പിടിച്ച് നടത്തുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കാല് കല്ലിൽ തട്ടാതെ സൂക്ഷിക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് നയിച്ചവനായ യഹോവയായ ദൈവം, എൻ്റെ മക്കൾ തിരഞ്ഞെടുത്തവരാണ്. They are selected people. യഹോവയായ തിരഞ്ഞെടുത്തവരാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എൻ്റെ ജനമാണ്. പകൽ വെയിൽ കൊള്ളാതെ മേഘസ്തംഭവും രാത്രിയിൽ വെളിച്ചം കിട്ടുവാൻ അഗ്നിസ്തംഭവുമായി കൂടെ നടന്നവനായ യഹോവയായ ദൈവം ഈ 3 നോമ്പിൻ്റെ ദിവസത്തിൽ നമ്മോട് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ കൂടെ എത്രയോ കാലം നടന്നു, നിനക്ക് വെയിൽ കൊള്ളാതെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നിന്റെ കാല് കല്ലിൽ തട്ടാതെ വീഴാതെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഹൃദയം എനിക്കിതുവരെയും തന്നിട്ടില്ല, നിന്റെ ജീവിതം എനിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടില്ല. അതിന്നും മറ്റു പലരുടെയും കൂടുകളായി ആലയങ്ങളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ദൈവം നസറേയനായ യേശു നമ്മെക്കുറിച്ച് ദുഃഖിക്കുന്നത്. പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഈ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ദൈവത്തെ കാണുന്നതിനുള്ള ആഗ്രഹമാണ് നമ്മെ ഈ ധ്യാനത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും 6 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അനുസരണയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ. രണ്ടാമത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെ പ്രയോറിറ്റി കൊടുത്ത് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഹൃദയവിശുദ്ധി ഉണ്ടാകുകയുള്ളൂ. ഹൃദയവിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഹൃദയത്തെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹൃദയത്തെ ചോദിക്കുന്നവൻ അവൻ്റെ മുമ്പാകെ സമർപ്പിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ സമർപ്പണം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളിനകത്ത് ഒരു സമർപ്പണത്തിൻ്റെ പരാജയ കഥ നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ കാലത്തെല്ലാം വിറ്റ് സ്ലീഹന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനന്യാസും സഫീറയും കൂടെ ഒരു തീരുമാനമെടുത്തു, നമുക്കും വിറ്റിട്ട് കൊണ്ടുവന്ന് കൊടുക്കാം. അവർ രണ്ടുപേരുടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആദ്യകാലത്ത് ഹവ്വ മാത്രമേ തീരുമാനം എടുത്തുള്ളൂ, ആദാമിനും കൊടുത്തു. ഇവിടെ രണ്ടുപേരും കൂടെ തീരുമാനം എടുക്കുകയാണ്. വസ്തു വിറ്റു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. പത്രോസ് ചോദിക്കുന്നുണ്ട്, അനന്യാസേ, നീ വിറ്റത് മുഴുവനും ഉണ്ടോ? അയ്യോ ഉണ്ടേ, എല്ലാം ഉണ്ട്, പൂർണ്ണമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ പരിശുദ്ധാത്മാവിനോട് കള്ളത്തരം പറയാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചത്? നിന്നോട് ആരും പറഞ്ഞില്ല, പക്ഷേ നീ ചെയ്ത തെറ്റാണ്. അവിടെ വീണ് മരിക്കുന്നതും വീണ്ടും സഫീറ വരുന്നതും സഫീറയും കൊണ്ട് അടക്കം നോക്കി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. എന്താണ്
ദാറ്റ് ഈസ് പാർഷ്യൽ ഡെഡിക്കേഷൻ. ഭാഗികമായിട്ടുള്ള സമർപ്പണം ആണ് അവിടെ കാണുന്നത്. ഭാഗികമായിട്ടുള്ള സമർപ്പണം അവിടെയും വേണം, ഇവിടെയും വേണം. ദൈവത്തെയും വേണം, മാമോനെയും വേണം. വെളിച്ചവും വേണം, ഇരുട്ടും വേണം. ക്രിസ്മസും വേണം, ഈസ്റ്ററും വേണം, കള്ളിഷാപ്പും വേണം. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? എവിടെയാണ് നമ്മുടെ ജീവിതം? യു ആർ ദി ടെമ്പിൾ ഓഫ് ദി ലിവിങ് ഗോഡ്. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധിയിൽ ഇരുന്നു കൊണ്ടൊന്ന് ചോദിച്ചു നോക്കുക. ഈ ദേവാലയത്തിൽ നമ്മെ തന്നെ ഒന്ന് വിശദീകരിക്കാനുള്ള അവസരമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയകരമായി തീരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിപ്പോകണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ പൂർണ്ണമായി ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവത്തിൻ്റെ പ്രകാശവും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ 3 നോമ്പിൻ്റെ ഈ അവസരം എന്താണ് അതിൻ്റെ ഉദ്ദേശവും അർത്ഥവും? ഇവിടെ പ്രധാനമായും യോഹന്നാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ ഒരു വാക്യമുണ്ട്. ഒരുപക്ഷെ എല്ലാ വർഷവും ഇതുപോലെ ധ്യാനപ്രസംഗങ്ങളും അതുപോലെ പള്ളികളിൽ കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്. വാക്യമൊക്കെ എല്ലാവർക്കും അറിയാം. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ പക്ഷേ കടാക്ഷിക്കും. നീ ഉറങ്ങുന്നത് എന്ത്? നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഒരുപക്ഷെ ദൈവം നമ്മോട് കരുണ ചെയ്തേക്കാം. നമ്മൾ ആ സംഭവം ഒന്ന് ഓർത്തു നോക്കുമ്പോൾ, തർശീശിലേക്ക് പോകുന്ന കപ്പൽ ഒരു ചരക്ക് കപ്പലാണ്. വിദഗ്ധരായ കപ്പിത്താന്മാരും എല്ലാവരും ഉണ്ട്. വളരെ സൂക്ഷ്മമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് കടലിൽ കോളിളക്കമുണ്ടാകുന്നതും കപ്പൽ മുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നതും. അവിടെ വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ടാവും. ഈ കപ്പലിൽ ജോലി ചെയ്യുന്നവരും പല വിശ്വാസമുള്ളവരുണ്ടാകും. അതിന് മുൻഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ദേവന്മാരെ എല്ലാം വിളിച്ച് അപേക്ഷിച്ചു, ഒരു പരിഹാരവും കണ്ടില്ല. കടല് അടങ്ങുന്നില്ല, കോളിളക്കം കൂടി വരുന്നു. കപ്പലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും എടുത്ത് വെള്ളത്തിലിട്ടു. എന്നിട്ടും കടലിന് ശാന്തം ഉണ്ടാകുകയോ കപ്പൽ സുഖമായിട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇതാ അടിയിൽ കിടന്നുറങ്ങുന്ന ഏതോ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നീ എന്തിനു ഉറങ്ങുന്നു? നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിക്കുക, ദൈവം നമ്മെ രക്ഷിക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. ദിസ് ഈസ് എ വാർണിംഗ് ഫോർ എവരിബഡി. എല്ലാവർക്കും വേണ്ടിയുള്ള വാർണിംഗ് ആണ്. കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു വാർണിംഗ്,
വ്യക്തിപരമായിട്ടുള്ള ഒരു വാണിംഗ്, അതിലുപരിയായി സഭയ്ക്ക് വേണ്ടിയുള്ളൊരു വാണിംഗ്. ഇപ്പോൾ നടക്കുന്നതൊക്കെ നമുക്കറിയാം. പാതിരാത്രിയിൽ ദൈവത്തിൻ്റെ ആലയം പൊളിച്ച് കുർബാന ചൊല്ലുന്നു. ആ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. എന്നോട് ടെക്സാസിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിച്ചു, അച്ഛാ പകൽ കുർബാനയില്ല, സമയമില്ല, രാത്രി കുർബാനയില്ലാൻ പോകുന്ന എന്തിനാണ്? അപ്പം ഞാൻ പറയും, പകൽ എനിക്ക് സമയം കൂടുതലാണ്, രാത്രിയിൽ ഒന്നിനും പോകുന്നില്ല. കാരണം ഈ വേഷവും ഭൂഷാദികളെല്ലാം ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഓർത്തഡോക്സ് ആണോ യാക്കോബയാണോ ഒന്നും അറിയില്ല. മനുഷ്യൻ ഇന്ന് ദൈവത്തിനു വേണ്ടി ജീവിക്കേണ്ട മനുഷ്യൻ ദൈവത്തെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞിടയ്ക്ക് കുറച്ചു നാൾ മുമ്പ് ഒരു വല്യപ്പച്ചൻ രോഗക്കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ വല്യപ്പച്ചൻ്റെ മകള് അല്പം ആത്മാവ് കൂടിയ പാർട്ടിയാണ്. വന്ന് വല്യപ്പച്ചൻ്റെ അരികിൽ നിന്ന് കട്ടിലേക്ക് കിടക്കുന്ന വല്യപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, പ്രാർത്ഥന മൂത്ത് കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞൊരു വാക്യമുണ്ട്, എടി നീ എന്തിനാ നസറേനായ യേശുവിനെ കയറി അള്ളിപ്പിടിക്കുന്നതെന്ന് ചോദിച്ചു. അള്ളിപ്പിടിക്കുക ചോദിച്ചാൽ അള്ളിപ്പിടിക്കുക എന്നത്. ഇതുപോലെയുള്ള അള്ളിപ്പിടുത്തം ദൈവത്തിന് വേണോ? ശാന്തമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. കോലാഹലങ്ങളല്ല, ശാന്തമായി ദൈവത്തെ വിളിക്കാൻ സാധിക്കണം. ദൈവത്തെ അള്ളിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശാന്തമായ നിന്റെ ദുഃഖം ദൈവത്തോട് പറഞ്ഞാൽ അവൻ കേൾക്കും. യോന എഴുന്നേറ്റു, അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയം അവൻ മനസ്സിലാക്കി. എന്താണ് അവനോട് ചോദിക്കാൻ ഉത്തരം പറയുന്നത്? ഞാനൊരു എബ്രായനാണ്. നീ എവിടുന്നാ വരുന്നേ? കടലും കരയും ആകാശവും സർവവും സൃഷ്ടിച്ചവനാ ദൈവത്തെ വിട്ടിട്ട് ഞാൻ വരികയാണ്. അവൻ്റെ തെറ്റവൻ മനസ്സിലാക്കി. അവൻ്റെ തെറ്റിനെ കുറിച്ച് അവൻ പരിതപിച്ചു. അവൻ നിലവിളിക്കുകയാണ്, ഞാൻ നിമിത്തം ഈ കപ്പലിലുള്ളവരോ കപ്പലിനോ അപകടം വരാൻ പാടില്ല. നമ്മൾ ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കണം, ഞാൻ നിമിത്തം എൻ്റെ സഭ പരാജയപ്പെടുവാൻ പാടില്ല. ഞാൻ നിമിത്തം എൻ്റെ കുടുംബം പരാജയപ്പെടുവാൻ പാടില്ല. ഞാൻ നിമിത്തം സമൂഹം നാശത്തിലേക്ക് പോകുവാൻ പാടില്ല. ദൈവമേ, ഇത് പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സഭ രക്ഷപ്പെടും, ഇല്ലയിപ്പെടുകയില്ല. നമ്മളാണ് സഭയെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത്, ഇന്ന് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. നാശം കണ്ടിട്ടും നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. നമുക്ക് എഴുന്നേൽക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ സമയമില്ല. ഒരുപക്ഷെ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം. എൻ്റെ കുടുംബം നന്നായി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. മക്കള് നല്ല നിലയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. അതുപോലെ തന്നെ കൃഷി നന്നായി വിളയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. പക്ഷേ എൻ്റെ സഭ, എൻ്റെ ഇടവക ആത്മീയമായി വളരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തീയ ദൗത്യം ഇവിടെ വിജയിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ഈ അള്ളിപ്പിടുത്തം കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. എത്ര അള്ളിപ്പിടിച്ചാലും കയറൂല, നിൽക്കില്ല. നീ ശാന്തമായി നിന്റെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത്, കടലും കരയും നിർമ്മിച്ചവൻ, സർവത്തെയും പരിപാലിക്കുന്നവൻ, സർവശക്തനായ ദൈവം, അവനോട് നീ നിലവിളിക്കുമ്പോൾ
നിന്റെ ശബ്ദം അവൻ കേൾക്കും, അവൻ നിനക്ക് ഉത്തരമരുളും, അവൻ നിന്റെ പാപത്തിന് പരിഹാരം ലഭിക്കും. നാഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദിസ് എ വാർണിംഗ്, ഒരു മുന്നറിയിപ്പാണ്. നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചുകൊള്ളുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നാഹൂം പ്രവാചകൻ പറയുന്നത് ഇതാണ്. യോനാ പ്രവാചകൻ നിനിവേയെക്കുറിച്ച് പറഞ്ഞു, 40 ദിവസത്തിനുള്ളിൽ നീ മൺകൂമ്പാരമായി തീരും. നിനിവേക്കാരുടെ പശ്ചാത്താപവും കണ്ണുനീരും ഉപവാസവും അവിടെ മാനസാന്തരവും കണ്ട് ആ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയ യഹോവയായ ദൈവം പക്ഷേ ഒരു ചെറിയ ശിക്ഷ യോനായ്ക്ക് കൊടുത്തു, ബുദ്ധിമുട്ടിച്ചു. പക്ഷെ എങ്കിലും നസറേയനായ യേശുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ നമ്മെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നു. നാം അതിന് പരിഹാരം കാണണം, നാം അതിന് യോഗ്യതയുള്ളവരായി തീരണം. ഇന്ന് സഭയ്ക്ക് ആവശ്യമുള്ളത് ഇതാണ്. കോട്ട കാത്തുകൊള്ളുക. വിശ്വാസമാകുന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സഭയുടെ കോട്ട കാത്തുകൊള്ളുവാൻ നമുക്കൊക്കെയും സാധിക്കണം. അതിനെ നാശത്തിന് വിട്ടുകൊടുക്കുവാൻ പാടില്ല. വഴി സൂക്ഷിച്ചു കൊള്ളുക. നമ്മൾ ഏത് വഴിയിലാണ് സഞ്ചരിക്കുന്നത്? നമ്മുടെ വഴി ഏതാണ്? ഞായറാഴ്ച രാവിലെ പള്ളിയിലും ഉച്ച കഴിഞ്ഞ് വേറെ വഴിയും അല്ലേ? അല്ലെങ്കിൽ പകല് പള്ളിയിലും രാത്രി വേറെ വഴിയും. സ്നേഹിതരെ, നമുക്കൊരു വഴി മാത്രമേ ഉള്ളൂ. ഹീ ഈസ് ദി വേ. ഐ ആം ദി വേ എന്ന് കർത്താവ് പറഞ്ഞു. ഞാനാകുന്നു വഴി, ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇവിടെ പറയുന്നത് നിങ്ങൾ മറ്റു വഴി തേടിപ്പോകരുത്. നിനവാക്കാരും മറ്റു വഴി തേടിപ്പോയി യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട വന്നു, കഷ്ടപ്പെടേണ്ട വന്നു, ഒരുപക്ഷെ ജീവിതത്തിൽ സങ്കടപ്പെടേണ്ട വന്നു. സത്യവഴിയെ വിട്ടുപോയ നിനുവ സത്യവഴിയിലേക്ക് തിരിച്ചു വരുവാൻ എടുത്ത എഫേർട്ട്, പരിശ്രമം നമ്മുടെ ജീവിതത്തിലും ആത്മീയതയിലേക്ക് തിരിഞ്ഞു വരുവാനൊരു ആവശ്യമാണ്. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പെരുന്നാളുകളുണ്ട്, ആഘോഷങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആത്മീയതയില്ല. സ്പിരിച്വൽ ആത്മീയത നമുക്കില്ല. അതുകൊണ്ടാണ് ഈ പരായം വരുന്നത്. ഇതെല്ലാം ഓട്ടയുള്ള മുള പോലെ. മുളയുടെ ഉള്ളിൽ ഓട്ടയാണല്ലോ, പൊള്ളയായ മുള. പുറമേ എല്ലാം കൊണ്ട് മനോഹരമാണ്, പക്ഷേ ഉള്ളു പൊള്ളയാണ്. എല്ലാ ആഘോഷങ്ങളുടെയും നടുവിൽ ആത്മീയത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ നിന്റെ വഴി തെറ്റിപ്പോയി. നിനവാക്കാരോട് യോനാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വഴി തെറ്റാണ്, തിരിച്ചു വരണം. അവരത് അക്സെപ്റ്റ് ചെയ്തു, അവർ അംഗീകരിച്ചു, തിരിച്ചു വന്നു. യഹോവ സന്തോഷിച്ചു, ജനങ്ങൾക്ക് സന്തോഷമായി. ഇതുപോലെ നമുക്കും ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. വ്യക്തിപരമായും കുടുംബപരമായും സഭാപരമായി ഇടവക തലത്തിലും ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. പറയുന്നതിൽ ക്ഷമിക്കണം. ആഘോഷങ്ങൾ കുറയ്ക്കുക, ആത്മീയത വളർത്തുക. ആഘോഷങ്ങൾ കുറയ്ക്കുക, ആത്മീയത വളർത്തുക. നമ്മുടെ പെരുന്നാളുകളും ആഘോഷങ്ങളും എത്രയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം.
ചടങ്ങുകളായി തീർന്നിരിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതം നിനിവേ പട്ടണം പോലെ ഒരുപക്ഷെ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ ദൈവമേ എന്ന് ആത്മാർത്ഥമായി വിളിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ അതാണ് ആരാധന. എൻ്റെ ദൈവമേ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ നമുക്ക് സാധിക്കണം. നീ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് സ്നേഹിതരെ നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. പിന്നീട് പറയുന്നത് അരമുറുക്കുക. അരമുറുക്കുക എന്ന് പറഞ്ഞാൽ ബി വിജിലന്റ്, ഒരുക്കമുള്ളവരായി തീരുക. നിന്റെ ദൈവം നിന്നെ വിളിക്കുമ്പോൾ നീ ഒരുക്കമുള്ളവളായി നിന്റെ ദീപയിഷ്ടയും പിടിച്ചുകൊണ്ട് അവനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കടന്നു ചെല്ലുമ്പോൾ മാത്രമേ നിന്റെ ക്രിസ്തീയമായ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. പരാജയത്തിൻ്റെ പടുക്കുഴിയിലാണെങ്കിലും വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് എത്തിക്കുവാൻ നിന്റെ യേശുവിന് സാധിക്കും. അവൻ നിന്നെ കൈപിടിച്ച് നടത്തും, അവൻ നിന്നെ ശക്തീകരിക്കും. പിന്നെയും പറയുന്നുണ്ട്, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ഹെൽത്ത്. ഈ ശാരീരിക ശക്തിയല്ല പറയുന്നത്, നിന്നെ തന്നെ ശക്തീകരിക്കുക എന്ന് പറയുമ്പോൾ ദി സ്പിരിച്വൽ ഹെൽത്ത്, ആത്മീയ ശക്തി, ആത്മീയമായ ശക്തി നമുക്ക് വേണം. കഠിനമായിരിക്കുന്ന ഹൃദയം മെഴുകുപോലെ ഉരുകുവാനും രൂപാന്തരപ്പെടാത്ത ഹൃദയം രൂപാന്തരപ്പെടുവാനും ക്രിസ്തുവില്ലാത്ത ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുവാനും ഈ ഒരു ദിവസം ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നു. മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ തരുന്ന സാഹചര്യങ്ങൾ നീ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണം. നിന്റെ ജീവിതമാകുന്ന കോട്ട കാത്തുകൊള്ളണം, നിന്റെ വഴിയെ നോക്കണം. നിന്നെ തന്നെ ആത്മീയമായി ശക്തീകരിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ വിട്ട് നിനക്ക് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. ദൈവത്തിൽ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. യോനാ മൂലം നിനവ രക്ഷപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും മൂലം നമ്മുടെ സഭയും ഈ സമൂഹവും ക്രിസ്തുവിലേക്ക് ഒന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുളിച്ചവനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധ ദേവാലയത്തിലേക്ക് വിളിച്ചു വരുത്തി ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ ആലയമാകുന്നുള്ള സത്യം ഞങ്ങളെ മനസ്സിലാക്കിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ഞങ്ങൾ ഹൃദയത്തിൻ്റെ വാതിൽ അടച്ച് നിന്നെ അതിൽ കയറ്റാതെ പുറകോട്ട് പോയവരാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട നിമിഷങ്ങളെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. നിനിവാക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ യോഹന്നാനെ അയച്ചതുപോലെ യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദുഷ്ടവഴിയിൽ യാത്ര ചെയ്യുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നേർവഴിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഇതുവരെയും പരാജയമായിരുന്നു. ഞങ്ങൾ സമ്പാദിച്ചതൊക്കെയും ഒരുപക്ഷെ നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടുന്നതായിരുന്നു. നിത്യനായ ദൈവമേ, നിൻ്റെ വിശുദ്ധിയിലും നിൻ്റെ പ്രകാശത്തിലും അടുത്തു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സ്വീകരിച്ച് നിൻ്റെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ എന്നോട് കരുണയോട് പ്രാർത്ഥിക്കുന്നു. മകനെ, മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരുമോ എന്ന് ചോദിച്ചതായ ചോദ്യം ഓരോ നിമിഷവും എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുമ്പോൾ, യേശുവേ, നീ കടന്നു വന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് പറയുവാൻ തക്കോണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ നിൻ്റെ വാസമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിൻ്റെ ആലയമാക്കി തീർക്കണമേ. ഞങ്ങളുടെ സഭയെ നീ അനുഗ്രഹിക്കണമേ. ദുഷ്ടന് കടക്കുവാൻ പാടില്ലാത്ത വിധം
അതിനെ കോട്ട കെട്ടി കാത്തുകൊള്ളണമേ എന്ന് കരുണയോട് പ്രാർത്ഥിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അവരുടെ ഇടവകളെയും കുടുംബങ്ങളെയും സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ, പാപികളായ അടിയങ്ങളോട് കരുണ ചെയ്യണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ അടിയങ്ങളോട് കരുണ ചെയ്യണമേ. ഓ ജീസസ് ക്രൈസ്റ്റ്, Son of God, have mercy on my sinner. Have mercy on my sinner. യേശുവേ, പാപികളായ അടിയങ്ങളോട് കരുണ ചെയ്ത് ആ നിനിവേക്കാരെ പോലെ അനുതാപത്തിലേക്ക് കടന്നു വന്ന് നിന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തക്കോണം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.